ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലിറ്റററി ക്രിറ്റിസിസം സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് വിംസാറ്റ് ആൻഡ് ബിയേർഡ്സ്ലെ ദ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മളിതിന് തൊട്ട് മുന്നേയുള്ള ചാപ്റ്ററിൽ ഓൾറെഡി ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ് ഇൻറ്റൻഷണൽ ഫാലസി, എന്താണ് എഫക്റ്റീവ് ഫാലസി എന്നൊക്കെ ഉള്ളത്, ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ക്രിറ്റിസിസമിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഐഡിയാസാണ് പറയുന്നത്. സോ ഇവിടെ W.K. വിംസാറ്റ് ആൻഡ് മോൺറോ ബിയേർഡ്സ്ലെ എന്ന് പറയുന്ന ക്രിറ്റിക്സാണ് ഈ ഒരു ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊണ്ടുവന്ന ഈ ഒരു ഐഡിയ. സോ ഇവർ പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പോയം അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിലെ ഓതർ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതല്ല ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. പകരം നമ്മൾ ആ ടെക്സ്റ്റിനെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു മിസ്റ്റേക്ക്, അതായത് ഓതറിൻ്റെ ഇൻറ്റൻഷൻ ഡിപ്പെൻഡ് ചെയ്ത് എന്താ പറയുക ടെക്സ്റ്റിനെ വിലയിരുത്താം. ഈ ഒരു മിസ്റ്റേക്കിനെയാണ് ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. സിമ്പിൾ വേർഡ്സിൽ പറയാനാണെങ്കിൽ ഇൻറ്റൻഷണൽ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം. ഓതറിൻ്റെ പർപ്പസ്, എയിം, അല്ലെങ്കിൽ എന്താണ് റൈറ്റർ അതുവഴി ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ് ഇൻറ്റൻഷണൽ എന്ന് പറയുന്നത്. ഫാലസി എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റായ ഒരു മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു വർക്കിനെ ആ ഓതറിൻ്റെ ഇൻറ്റൻഷൻ വെച്ച് ജഡ്ജ് ചെയ്യുന്ന ആ മിസ്റ്റേക്കിനെയാണ് നമ്മൾ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ശരിക്കും ചോദിക്കേണ്ടത് എന്തായിരുന്നു റൈറ്റർ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്നതല്ല, പകരം എന്താണ് ആ പോയം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പോയം പുറത്തു കൊണ്ടുവരുന്നത്. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. സോ വിംസാറ്റും ബിയേർഡ്സ്ലെയും പറയുന്നത് ഒരു പോയമിൻ്റെ മീനിങ് എന്ന് പറയുന്ന ആ പോയത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഓതറിൻ്റെ ലൈഫിലോ ഓതറിൻ്റെ ഫീലിങ്സിലോ ഓതറിൻ്റെ പേഴ്സണൽ പർപ്പസോ ഇൻ്റർവ്യൂസോ ലെറ്റേഴ്സോ ഒന്നുമല്ല. അതിലൊന്നും അതിൻ്റെ മീനിങ് ഇല്ല. ഓക്കെ. സോ ഒരു പോയം എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യണം. അതാണ് ഇവിടുത്തെ മെയിൻ ഐഡിയ. ഒരു പോയം വൺസ് എഴുതി കഴിഞ്ഞാൽ അത് പിന്നെ ഓതറിൻ്റെ അല്ല. ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദി ഓതർ. പക്ഷെ അത് ബിലോങ് ചെയ്യുന്നത് ടു ദ പബ്ലിക്. സോ ഈ ഒരു ഐഡിയ നമ്മുടെ ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ദ പോയം ബിലോങ്സ് ടു ദി പബ്ലിക്. സോ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? റീഡേഴ്സ് ഒരു പോയമിനെ ജഡ്ജ് ചെയ്യേണ്ടത് അതിനകത്തുള്ള വേർഡ്സ്, ഇമേജസ്, സിമ്പിൾസ്, ടോൺ, സ്ട്രക്ചർ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്കൊരു എന്താ പറയുക എക്സാമ്പിൾ വെച്ചിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു പോയറ്റ് എഴുതാണ് ദ ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് മൈ സ്കൈ. സോ ഇവിടെ നമ്മൾ ചോദിക്കാൻ പാടില്ല ഇത് ഇങ്ങനെ പോയിട്ട് എഴുതിയത് അദ്ദേഹം റിയൽ ലൈഫിൽ ശരിക്കും സങ്കടപ്പെട്ടിട്ടാണ്, അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? എന്താണ് ഈ ഡാർക്ക് ക്ലൗഡ്സ് സിംബലൈസ് ചെയ്യുന്നത്? സാഡ്നെസ് ആണോ, കൺഫ്യൂഷൻ ആണോ, ഫിയർ ആണോ, ഹോപ്പ്ലെസ്നെസ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. സോ ഇതിനാണ് ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റിൽ നിന്ന് തന്നെ മീനിങ് പുറത്ത് വരണം, അല്ലാതെ പോയിറ്റിൻ്റെ ബയോഗ്രഫി വെച്ചിട്ടത് പുറത്തു കൊണ്ടുവരാൻ നോക്കില്ല. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഓതറിൻ്റെ ഇൻറ്റൻഷൻ റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവർ പറയുന്നത് ഇൻറ്റൻഷൻ ഇസ് നോട്ട് അവൈലബിൾ ആൻഡ് നോട്ട് ഡിസൈറബിൾ എന്നാണ്. അതായത് നോട്ട് അവൈലബിൾ എന്ന് വെച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കില്ല എന്താണ് റൈറ്ററിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. സോ അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിരിക്കാം, കറക്റ്റ് അല്ലായിരിക്കാം, വി ഡോണ്ട് നോ. ഈവൻ ഇപ്പോൾ റൈറ്റർ അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പം പോയത്തിനകത്തുള്ള എക്സാക്ട് മീനിങ് ആയിരിക്കണമെന്നില്ല അത്. സോ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അൺസേർട്ടൺ ആണ്. പിന്നെ നോട്ട് ഡിസൈറബിൾ. ഇപ്പോൾ നമുക്ക് റൈറ്ററിൻ്റെ ഇൻറ്റൻഷൻ അറിയാമെങ്കിലും ലിറ്ററേച്ചറിനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് അല്ല ഇത്. ബിക്കോസ് എന്താണ്, എ പോയം മേ ബിക്കം ഗ്രേറ്റർ ദാൻ വാട്ട് ദ റൈറ്റർ ഒറിജിനലി പ്ലാൻഡ്. കാരണം റൈറ്റർ ഒറിജിനലി എന്താണോ പ്ലാൻ ചെയ്തത് അതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ആവാൻ ചാൻസ് ഉണ്ട് ഒരു പോയം. സോ റൈറ്റർ പോലും ചിലപ്പോൾ കോൺഷ്യസ്ലി വിചാരിക്കാത്ത ചില മീനിങ്സൊക്കെ റീഡേഴ്സ് ഡിസ്കവർ ചെയ്തെടുക്കും. സോ അങ്ങനെ അത് ഗ്രേറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓതറിൻ്റെ ഇൻറ്റൻഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഇത് എസ്സേയിൽ നിന്നുള്ള ഫേമസ് ഐഡിയ ആണ്. ദ പോയം ഇസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഓതർ അറ്റ് ബർത്ത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു പോയം വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റൈറ്ററിൽ നിന്നും ഒരുപാട് സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്.
കാരണം പിന്നീട് അതിനകത്തുള്ള മീനിങ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് റീഡേഴ്സാണ്. സോ അതിന് അതിനായിട്ടുള്ള തന്നെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് പേരൻസിൽ നിന്നും ഒരു ചൈൽഡ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് പോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. സോ ഇത് എക്സാം പോയിൻറ്റ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകളാണ്. ഇനി എങ്ങനെയാണ് പോയം ആസ് എൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഇനി ഇവർ പോയത്തിൻ്റെ ഒരു ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ആർട്ടിഫാക്റ്റിനോടോ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു മെഷീൻ ജഡ്ജ് ചെയ്യുന്നത് നമുക്കറിയാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് വെച്ചിട്ടാണ്. സിമിലർലി ഒരു പോയം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് നോക്കേണ്ടത്? അതിൻ്റെ ലാംഗ്വേജ്, മീനിങ്, ഇമേജറി, സ്ട്രക്ചർ ഇതൊക്കെ നല്ലപോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. അല്ലാതെ പോയറ്റ് എന്താണ് പ്ലാൻ ചെയ്തത് അതല്ല. ഇനി സ്പീക്കർ വേഴ്സസ് പോയറ്റ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് പോയം. അതിലുള്ള സ്പീക്കർ എന്ന് പറയുന്നത് എപ്പോഴും പോയറ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡ്രമാറ്റിക് മോണോലോഗ്സിലൊക്കെ സ്പീക്കറായിരിക്കും ചിലപ്പോൾ ക്യാരക്ടർ. സോ നമ്മളൊരിക്കലും എന്താ പറയുക, എല്ലാ ലൈനും ഓതറിൻ്റെ പേഴ്സണൽ ഫീലിങ്സുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ഈ ഒരു കാര്യം എങ്ങനെയാണ് ന്യൂ ക്രിറ്റിസിസമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു എസ് എന്ന് പറഞ്ഞാൽ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഒരു മേജർ പാർട്ടാണ്. നമ്മൾ അത് പഠിച്ചപ്പോഴാണ് ഈ രണ്ട് പോയിന്റ് നമ്മൾ പറയുന്നത്, ഇൻറ്റൻഷണൽ ഫാലസി ആൻഡ് എഫക്റ്റീവ് ഫാലസി. സോ അത് ഇൻറ്റൻഷണൽ ഫാലസിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ ന്യൂ ക്രിറ്റിക്സ് ഫോക്കസ് ചെയ്തിരുന്നത് ക്ലോസ് റീഡിങ്, അതുപോലെ ആ ടെക്സ്റ്റിനെ അതുപോലെ നോക്കിക്കാണുക, അതിൻ്റെ ഫോം, ഇമേജറി, സിംബോളിസം, ഐറണി, സ്ട്രക്ചർ, ഇതിനെയൊക്കെയാണ് ന്യൂ ക്രിറ്റിക്സ് ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ അവരെന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്തത്? ഓതറിൻ്റെ ബയോഗ്രഫി, അതിൻ്റെ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട്, റീഡറിൻ്റെ ഇമോഷൻസ്. സോ ഇതൊക്കെയാണ് അവർ അവോയ്ഡ് ചെയ്തിരുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിലൂടെ ഇൻറ്റൻഷണൽ ഫാലസി എന്ന് വെച്ചാൽ ഒരു ലിറ്റററി വർക്കിന് അല്ലെങ്കിൽ ഒരു പോയത്തിനെ ഓതറിൻ്റെ ഇൻറ്റൻഷൻ ബേസ് ചെയ്തിട്ടല്ലാതെ ആ ടെക്സ്റ്റിനെ അതുപോലെ ജഡ്ജ് ചെയ്യാൻ നോക്കുക. അതാണ് ഇതിനകത്ത് മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. സോ മീനിങ് എന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ തന്നെയാണ്, അല്ലാതെ ഓതറിൻ്റെ മൈൻഡിലല്ല. സോ ഇത് തന്നെയാണ് ഈ വിംസാറ്റും ബിയേർഡ്സ്ലെയും പറയുന്നത്. ജഡ്ജ് ദ പോയം ബൈ വാട്ട് ഇറ്റ് ഈസ്, നോട്ട് ബൈ വാട്ട് ദ പോയറ്റ് മെൻറ്റ്. സോ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.